തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ലൈവ് സ്ട്രീമിംഗ് ചെയ്തിരുന്ന കാര്യം അറിയാമല്ലോ. അതായത് എനിക്ക് തലയിൽ കൂടെ വണ്ടിയൊന്നും ഓടുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം കളഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും കിട്ടുമോ പ്രത്യേകിച്ച് ലൈവ് സ്ട്രീമിംഗ് ചെയ്താൽ? അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്ത സമയത്ത് ഈ സൊസൈറ്റി മൊത്തം അൺഹെൽത്തിയാണ്. അപ്പോൾ ആളുകളെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക, പിന്നെ സ്റ്റെറോയിഡിൻ്റെ പിടിയിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരണം. കാരണം ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം ആ രാജ്യത്തെ പോപ്പുലേഷൻ്റെ ബുദ്ധിശക്തിയും ആരോഗ്യവുമാണ്. അപ്പോൾ സ്റ്റെറോയിഡ് അടിച്ച് ഫേക്കായിട്ട് സ്റ്റെറോയിഡ് സപ്ലിമെൻറ്റും അടിക്കുന്നവൻ ഫേക്കായിട്ട് ബോഡി ഉണ്ടാക്കുക. അവ അടുത്ത തലമുറ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതായത് മുക്കുപണ്ട ഉരുക്കിയ സ്വർണ്ണം ഉണ്ടാവും. മുക്കുപണ്ടം എന്ന് പറഞ്ഞാൽ ഫേക്കാണ്, റിയൽ അല്ല. അപ്പം മുക്കുപണ്ട ഉരുക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാവും. മുക്കുപണ്ട ഉരുക്കിയ അതിനകത്ത് മുക്കുപണ്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ സ്വർണ്ണം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥ സ്വർണ്ണം ഉരുക്കണം. യഥാർത്ഥ സ്വർണ്ണം എന്താണ്? വെള്ളവും ഭക്ഷണവും കഴിച്ച നാച്ചുറൽ ബോഡി, അതാണ് യഥാർത്ഥ സ്വർണ്ണം. അതിനെ വീണ്ടും സ്വർണ്ണം ഉണ്ടാവുള്ളൂ. മറ്റേത് ഫേക്കാണ്, സ്വർണ്ണം പോലെയൊക്കെ ഇരിക്കും, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വരിക്കും. പക്ഷേ അത് മുക്കം ഉണ്ടാവണം. അടുത്ത തലമുറ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമില്ല, അതിൻ്റെ എപ്പിജെനറ്റിക്സ് സൈഡ് എഫക്റ്റ് കൂടെ കയറി വരും. അതാണ് ഏറ്റവും വലിയ അസംബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൊസൈറ്റിയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, എല്ലാവരും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ അത് ചെയ്തപ്പോൾ എൻ്റെ അനുഭവം അറിയാമല്ലോ. ഇങ്ങനെ തെറിവിളിയായിരുന്നു. പിന്നെ കുറച്ച് സംസ്കാരമുള്ള കുറച്ച് പേരെയാണ് കണ്ടത്. അതിലൊരു യുവാവ് ചോദിച്ച ചോദ്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഏറെ നാൾക്ക് ശേഷം മാന്യമായിട്ട് മലയാളം സംസാരിക്കുന്ന, തെറി വിളിക്കാത്ത ഒരാളെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്നെ കണ്ടത്. എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു യുവാവ് പറഞ്ഞാണ്. ഇന്നും എനിക്കത് ഓർക്കുന്നുണ്ട് ഞാനത്. അപ്പോൾ അത്രയ്ക്ക് സംസ്കാരം ഇല്ലാത്തവരാണ് അതിനകത്ത് വരുന്നവർ. അതിനകത്തുള്ളവർ എന്താണ്, ഇവിടെയൊക്കെ ഉള്ളവന്മാർ തന്നെയാണല്ലോ. അപ്പോൾ സംസ്കാരം ഉള്ളവരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒരിക്കലും ഇതുപോലെ പെരുമാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരാളുകളും അങ്ങനെ പെരുമാറിയിട്ടില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിലെ ചില സൈഡിലൊക്കെ ഉള്ളവന്മാർ അനാവശ്യമായിട്ട് മറ്റേ നിക്കർ ഊരി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അത് ചിലവന്മാർ. പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരാളിങ്ങനെ ബോഡി കാണിച്ച് വരിക്കുമ്പോൾ അവർക്ക് മോട്ടിവേഷൻ, റെസ്പെക്റ്റ് ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അത്ര സംസ്കാരത്തിൻ്റെ വ്യത്യാസം കണ്ട. അങ്ങോട്ട് പോകുന്നവർ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിൽ ബന്ധമില്ല, അതറിയണം. സംസ്കാരം വേറെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പക്ഷെ അവരുടെ സംസ്കാരം കണ്ടില്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു, പക്ഷെ സംസ്കാരം ഇല്ല. അതാണ് തിരിച്ചറിയേണ്ടത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ന്യൂറോഫിസിയോളജി. ഒരാളുടെ സംസ്കാരം എന്താണ് നിർണ്ണയിക്കുകയെന്ന് ഞാൻ വാവുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പോവും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാം. ഇപ്പോൾ ആ ലൈവ് സ്ട്രീമിങ്ങിൽ ഞാൻ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബോഡി കാണിച്ചപ്പോൾ ഒരുത്തൻ ഒരു കാര്യവും ഇല്ലാതെ രൂപമൊന്നും വന്നിട്ടില്ല. ഏതോ മാളത്തി ഒളിച്ചിരുന്നിട്ട് മുട്ടൻ തെറി. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അസംബന്ധം, ഒരാൾ അയാൾക്കൊരു ബെനിഫിറ്റും ഇല്ല. അയാൾ സൊസൈറ്റിയെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യുക. കാരണം എനിക്ക് സെൽഫിഷ് സ്വഭാവം ഇല്ലേ. സെൽഫിഷ് സ്വഭാവം ഉള്ളവനാണെങ്കിൽ എപ്പോഴും സ്വന്തം കാര്യം എന്ന് നോക്കും. അതായത് സ്വന്തമായിട്ട് കുറേ പണം ഉണ്ടാക്കി സ്വന്തമായിട്ട് ലാഭം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ സെൽഫിഷ് സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പോൾ സപ്ലിമെൻറ്റ് സ്റ്റെറോയിഡൊക്കെ ഇപ്പോൾ ഇവിടെ നീ കാണുന്ന നിങ്ങൾ തന്നെ അടിച്ചുകൊണ്ട് കിടന്നാണ്. എനിക്കതുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം സെൽഫിഷ് അല്ല. വീട്ടിൽ അച്ഛനും ആയാലും അമ്മയായാലും അങ്ങനെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ശാപമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഈ സ്വന്തം കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ എപ്പോഴും ഈ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് കെയർ ചെയ്യുക. ചില സമയത്ത് എനിക്കും തോന്നി ഇത് ഈ പണ്ടാർ ഇങ്ങനെ ആവണ്ടായിരുന്നെന്ന്. പക്ഷെ നമ്മളിങ്ങനെ മാറാൻ ശ്രമിച്ചാലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ സ്വഭാവം തന്നെ വരും. കാരണം ഇത് നമ്മുടെ രക്തത്തിലുള്ള സ്വഭാവമാണ്, ഈ സെൽഫിഷ് ഇല്ലായ്മ. അപ്പോൾ ഈ സെൽഫിഷ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവന്മാർ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നാട്ടുകാരെ സുഖിപ്പിക്കുമ്പോൾ അത് അവൻ്റെ രക്തത്തിലുള്ളതാണ്, എൻ്റെ രക്തത്തിലുള്ളതല്ലല്ലോ. സെൽഫിഷ് സ്വഭാവം കുറവാണ്. അങ്ങനെയുള്ളവന്മാർക്ക് അത് കാണും. അവൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയായിരിക്കും. കാരണം പണം കിട്ടാൻ വേണ്ടി അവ സ്റ്റെറോയിഡോ സപ്ലിമെൻറ്റോ എന്ത് വേണോ വിൽക്കുക. അതായത് അവന്മാർ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് കുറേ പണം ഉണ്ടാക്കണം, സൊസൈറ്റിയും നാടും ഒക്കെ നശിച്ചാലും ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും അത് അവൻ്റെ സെൽഫിഷ് സ്വഭാവമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ സെൽഫിഷ് സ്വഭാവം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ഒരുത്തനും ഇല്ല, ഒരുത്തനേ ഉള്ളൂ അതിന് നട്ടാലുള്ള ആ ഒരാൾ അതിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അതായത് ഹെയ്റ്റ് ചെയ്തില്ലെങ്കിലും അയാളെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും സ്കിപ്പ് അടിച്ച് പോകണം. ഇത് അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്നത് സൊസൈറ്റിയുള്ള ആളുകളെ ഹെൽത്തിൻ്റെ വഴിയിലോട്ട്, നേരായ വഴിയിലോട്ട് നയിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുമ്പോൾ അയാളെ ഇങ്ങനെ കിടന്ന് തെറി വിളിക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നെ ഈ തെറി വിളിച്ച സാധനം റീലായിട്ട് എടുത്തിട്ടിട്ടുണ്ട്.
അതിൻ്റെ അടിയിൽ മൊത്തം നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ എണ്ണം. അത് ഈ ജിമ്മിൽ പോണ ട്രെയിന് എൻ്റെ ഏറ്റവും വലിയ ഹെയ്റ്റേഴ്സ് ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളുകളാണ്. കാരണം എവന്മാർ 450 ജന്മം ഇങ്ങനെ മാറി ജനിച്ചാൽ ഇതുപോലെ ആവത്തില്ല. കാരണം ഇതുപോലെ ആവണമെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ആ പുള്ളിക്കാരൻ്റെ ബീജത്തിന് വേറെ ഒരുത്തൻ ജനിക്കേണ്ടി വരും. മനസ്സിലായോ? അതിപ്പോൾ ഇത്രയും വർഷമായിട്ടും ഇതാ ഒരു ഐക്കണേ ഉള്ളൂ ഇവിടെ, അത് ഞാൻ മാത്രമാണ്. മനസ്സിലായില്ല? ഈ എൻഡുറൻസോ ബോഡിയോ നാച്ചുറൽ ബോഡിയോ ഈ ഡിസിപ്ലിനോ അതുപോലെ തന്നെ ഈ നോളജോ ഈ നല്ല സ്വഭാവമോ സെൽഫിഷ് ഇല്ലായ്മയാണ് നീയൊക്കെ 500 ജന്മം ജനിച്ചാൽ ഉണ്ടാവത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള കടുത്ത അസൂയയാണ്. അതായത് ഒരാൾ സൊസൈറ്റിക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു, അയാൾ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നു, അയാൾ അതിൽ വന്നവൻ തെറി വിളിക്കുന്നു. ആ തെറി വിളിച്ച വീഡിയോ വേറെ ഒരുത്തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇവന് കിട്ടണം നല്ല കാര്യമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരി. അപ്പോൾ സൊസൈറ്റിക്ക് നല്ലത് ഒരുത്തൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനെ തെറി വിളിച്ച ഒരുത്തൻ ആ തെറി വിളിക്കുന്ന വീഡിയോയുടെ താഴെ തന്നെ അതിങ്ങനെ ആഘോഷിക്കുകയാണ്. അപ്പോൾ എത്ര വൃത്തികെട്ട ന്യൂറോഫിസിയോളജി, അതായത് സംസ്കാരം ഇല്ലാത്തവന്മാരാണെന്ന് പിടികിട്ടിയല്ലോ ഇവിടെ ഉള്ളവന്മാർ. അതായത് സൊസൈറ്റിക്ക് നല്ലത് ചെയ്യുന്ന ഒരാളെയാണ് ഇവന്മാർ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വീഡിയോ കാണിക്കുക, കുറേയൊക്കെ ബീപ്പ് സൗണ്ട് ഇടും. മച്ചാനെ പറഞ്ഞോ? നീ ജിമ്മനാട്ടോ? ഓക്കെ ഓക്കെ, സമ്മതിച്ച്. നീ കയ്യൊന്നും പൊക്കി നീ അലോവെച്ച് നീ അലവെച്ചാ മതി കേട്ടോ, അല്ലെങ്കിൽ ആട്ടും മലയൊന്നും വേണ്ട കേട്ടോ. നിനക്ക് മാത്രമല്ലോ ജിമ്മ പൂറിമനെ. അതായത് മറ്റേ അവൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവനെ എന്താണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ഇട്ടോ. സ്വന്തം മുഖം പോലും കാണിച്ചിട്ടില്ല, ഏതോ മൂലയിൽ ഒളിച്ചിരുന്നിട്ട് ഒരു ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ ഒന്നും ചെയ്തില്ല, ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോഡി കാണിച്ചത്. ന്യൂറോഫിസിയോളജി എന്താണെന്ന് അറിയാമല്ലോ, ന്യൂറോഫിസിയോളജി എന്താണ് എല്ലാം നിർണ്ണയിക്കണേന്ന് അറിയാമല്ലോ. അത് പറഞ്ഞ ചാനലടിച്ചു, അത് ഞാൻ പറയാതിരിക്കുന്നത്. അതുപോലും പറയാൻ പേടിയാണ്, അത്ര വൃത്തികെട്ട നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിനക്ക് മാത്രമല്ലോ ജിമ്മ പൂറിമനെ. കണ്ടാ തെറി വിളിച്ച. അപ്പൊ അത് വേറെ ഒരുത്തൻ ഇട്ടിട്ട് എന്തോ സെന്റി പോലെ കണ്ടാ എന്നെ ട്രോളി ഇട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ താഴെ കമന്റ് അയച്ചവൻ്റെയൊക്കെ ന്യൂറോഫിസിയോളജി അല്ലെങ്കിൽ ഞാൻ വിളിക്കേണ്ട വേറെയാണ്, ഈ ലൈനേജുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിക്കേണ്ടത്. ഞാൻ അത് വിളിക്കുന്നില്ല എൻ്റെ മാന്യമായതുകൊണ്ട്. മനസ്സിലായല്ലോ? അതായത് യുവമാർക്കൊന്നും ഇതൊന്നും ചെയ്യാനും വയ്യ. ചെയ്യുന്ന ഒരാൾ, വൺ ആൻഡ് ഓൺലി ആൾ, അയാളെ ഇപ്പോൾ ഒരു ക്നാപ്പൻ അറിയാലോ, ന്യൂറോഫിസിയോളജി സംസ്കാരം അനുസരിച്ച് അറിയാലോ ഇപ്പോൾ വിളിച്ചവൻ എവിടെ നിൽക്കണവനാണെന്ന്. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇട്ടിട്ട് ഇങ്ങനെ ആഘോഷിക്കണം അതിൻ്റെ ഇടയിൽ കിടന്ന്. അതായത് മനസ്സിലായില്ലേ, ഒരു യുവമാർക്ക് ഈ ഇരിക്കുന്നവൻ സ്റ്റെറോയിഡും സപ്ലിമെൻറ്റും അടിച്ച ഒന്നിനും കൊള്ളാത്ത ഇവിടെയുള്ള ജിമ്മിൽ പോയി നടക്കുന്ന ബോഡി ബിൽഡർ എന്ന് പറയുന്നവനാണ് മൊത്തം എന്നെ കളിയാക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടോ? അത്ര വൃത്തികെട്ടയാണ്, സംസ്കാരമില്ലാത്ത സെൽഫിഷ് സ്വഭാവത്തിൻ്റെ അറിയണ്ട വാക്ക് പറയുന്നില്ല. എല്ലാം എന്താണ് നിർണ്ണയിക്കുന്നത് അത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർത്തിയത്. മനസ്സിലായില്ലേ? അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ എല്ലാം പോകണം. നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ ന്യൂറോഫിസിയോളജി കുറച്ചുകൂടെ ക്ലോസ് ആയിരിക്കും, സംസ്കാരമേ ഒരുപോലെ ആയിരിക്കും. ഈ സംസ്കാരം നോർത്തും സൗത്തും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ചെന്ന സംസ്കാരമൊക്കെ വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് നല്ല ബോഡിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ബഹുമാനവും വിലയൊക്കെ തരും. അതായത് എനിക്ക് സ്വന്തം നാട്ടിൽ കിട്ടാത്ത വിലയായിരിക്കും നോർത്ത് ഇന്ത്യയിൽ ഉള്ള ജനങ്ങളെ എനിക്ക് തരാൻ പോകുന്നത്. അതെനിക്ക് അറിയുന്ന ആളാണ്. അതിന് ഒമാഗിൽ കയറുമ്പോൾ എനിക്ക് അറിയുന്ന ആളാണ്. കാരണം എന്താണ് ന്യൂറോഫിസിയോളജി സംസ്കാരം അവിടെ അറിയാമല്ലോ. നോർത്ത് ഇന്ത്യയിൽ അവിടെ ഉള്ള ആളുകൾ ആരാണെന്ന് അറിയാമല്ലോ, ഏതാണ് കൂടുതലെന്ന് അറിയാമല്ലോ. അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്ത് പറ്റി, എന്നെ പോലുള്ള ആൾ നിർത്തിയെ കൂടെ ചെയ്തു. അപ്പം ഞാൻ അത് മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ നിർത്തി. എനിക്ക് വല്ല നഷ്ടമുണ്ട്? എനിക്ക് നഷ്ടമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ സംസ്കാരമില്ലാത്ത സെൽഫിഷുള്ള, അതായത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയിട്ട് സ്വന്തം ജീവിതം മാത്രം ഞണ്ണി കുടിച്ച് തിന്ന് കിടക്കണമെന്ന് ചിന്തിക്കുന്നവൻ. അതെന്താണ് ഒരാളുടെ സെൽഫിഷ് സ്വഭാവം എന്താണ് നിർണ്ണയിക്കുന്നത്? ജെ വെച്ചാണ് തുടങ്ങുന്നത്. ജെ ബാക്കി ഫുൾ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിർത്തിയത്. വളരെ അപമാനകരം. ഇവ തെറി വിളിക്കുന്നവ മാത്രമൊന്നുമല്ല, കുറേ എണ്ണം ഉണ്ട്. പക്ഷേ ഈ തെറി വിളിക്കുന്നത് പോലും വെച്ച് ആഘോഷിക്കുകയാണ്. ഈ എന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അറിയണം, അപ്പോൾ എത്ര സംസ്കാരമില്ലാത്ത അവന്മാരാണ് ഇവിടെ ഉള്ളതെന്ന് അറിയണം. ആ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത്രമാത്രം നല്ല അനുഭവമാണ് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ബഹുമാനവും റെസ്പെക്ട് ചെയ്യും. നോർത്ത് ഇന്ത്യയിലുള്ള പയ്യന്മാരൊക്കെ എന്നെ കാണണം, അവർ ഭയങ്കര ബഹുമാനമാണ്. ബായി എന്നൊക്കെ വിളിച്ച് മോട്ടിവേഷൻ സൂപ്പർ എന്നൊക്കെ പറയാം. അവർ ആ പെരുമാറ്റവും സംസ്കാരവും ഒക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അതും എനിക്ക് നോർത്ത് ഇന്ത്യ ജനിച്ചാൽ മതി എന്ന് പോലും തോന്നിപ്പോയി. സീരിയസ് ആയിട്ട് ഞാൻ നോർത്ത് ഇന്ത്യ ജനിച്ചാൽ മതി എന്ന്. അതാകുമ്പോൾ എന്ത് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ന്യൂറോഫിസിയോളജി സംസ്കാരമൊക്കെ കുറച്ചുകൂടെ ചേർന്നതായിരിക്കും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവ് സ്ട്രീമിങ് അങ്ങ് നിർത്തി. ആർക്കാ നഷ്ടം? എനിക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് നഷ്ടമൊന്നുമില്ല.
നഷ്ടം സൊസൈറ്റിക്കായിരിക്കും എന്നെ പോലെ ഒരാൾ നിർത്തിയ. കാരണം എന്നെ റീപ്ലേസ് ചെയ്യാൻ ആരുമില്ല, പിടികിട്ടില്ല, അതാണ് പറയേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.